ശരണ്യയും സിജോയും ഇരുന്ന് സംസാരിക്കുകയാണ്. അവർ സംസാരിക്കുന്നത് അർജുനെയും ശ്രീധുവിനെയും കുറിച്ചാണ്. അവരുടെ കോംബോയെ കുറിച്ചാണ് സിജോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പുറത്തു പോയി വന്നതായതുകൊണ്ട് തന്നെ പുറത്ത് അവരുടെ കോംബോ എങ്ങനെയാണ് എന്നുള്ളത് കൊണ്ട് സിജോയ്ക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ സിജോ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അവരുടെ കോംബോ എന്ന് പറയുന്നത് ഭയങ്കര ക്യൂട്ടാണ് എന്നാണ് സിജോ പറയുന്നത്. അവർ രണ്ടുപേരും സംസാരിക്കുന്നതാണെങ്കിലും അവരുടെ ആക്ഷൻസ് ആണെങ്കിലും ഭയങ്കര ക്യൂട്ടാണ്. ഇപ്പോൾ വിവാഹം കഴിക്കാത്ത ആളാണ് ഞാനും, പക്ഷേ ഞാൻ ക്യൂട്ടാണെന്ന് ഒരാളും പറയില്ല. ഇപ്പൊ ഞാനും സായിയും ശരണ്യം ഒക്കെ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് ഒരാളും ക്യൂട്ടാണെന്ന് ആരും തന്നെ പറയില്ല. പക്ഷെ അവർ രണ്ടുപേരും ഇരുന്ന് സംസാരിക്കുമ്പോൾ ആളുകൾക്ക് ഒരു പ്രത്യേക ഇഷ്ടം തോന്നുന്നത് അവരുടെ ക്യൂട്ട്നെസ് കൊണ്ടാണ്. പിന്നെ അവർക്ക് എന്ത് സംസാരിക്കുമ്പോഴും അവരെന്ത് ചെയ്യുമ്പോഴും ഒരു ബൗണ്ടറി കീപ്പ് ചെയ്യുന്നുണ്ട്, ഒരു മാന്യതയുണ്ട് അവർ സംസാരിക്കുന്ന കാര്യങ്ങൾക്ക്. അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ അവരെ ഇഷ്ടപ്പെടുന്നത് എന്നാണ് സിജോ പറയുന്നത്. ആ സമയത്ത് അവർ ഗബ്രിയുടെയും ജാസ്മിന്റെയും ബന്ധത്തെക്കുറിച്ചും അവിടെ സംസാരിക്കുന്നുണ്ട്. അവർക്കിടയിൽ ബൗണ്ടറി ഇല്ലെന്നല്ല എന്ന് സിജോ പറയുന്നുണ്ട്. പക്ഷേ അവരുടെ ബൗണ്ടറി നിശ്ചയിക്കുന്നത് അവരാണ്. അവർ ചെയ്യുന്ന കാര്യങ്ങൾ പലതും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് ലാലേട്ടൻ വന്ന് വീക്കെൻഡ് എപ്പിസോഡിൽ പറയുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു എന്ന് സിജോ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ശരണിയും പറയുന്നുണ്ട്, അവർ ഇങ്ങനെ പിടിക്കുന്നു അങ്ങനെ പിടിക്കുന്നു, ഇതൊക്കെ നമ്മൾ കാണുന്ന കാര്യങ്ങളാണ്. അങ്ങനെ പിടിക്കുന്നവരൊക്കെ ഉണ്ടാവാം, പക്ഷെ അവർക്ക് തന്നെ അറിയില്ല അവരുടെ റിലേഷൻ എന്താണെന്ന്. അത് തന്നെയാണ് അവർക്ക് ഇത്രയും നെഗറ്റീവ് അടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് എന്നാണ് അവിടെ ഇരുന്ന് ശരണ്യ പറയുന്നത്. അതുപോലെ തന്നെ അർജുനും ശ്രീധുവും തമ്മിലുള്ള ആ ഒരു കോംബോ, അവർ നല്ല ഫ്രണ്ട്സ് ആയിട്ട് നല്ല ക്യൂട്ടായിട്ട് ഇരുന്ന് സംസാരിക്കുന്നതല്ല എന്നല്ലാതെ അവർ തമ്മിൽ ഒരു ബൗണ്ടറി ഇട്ട് മാന്യമായാണ് ഇരുന്ന് സംസാരിക്കുന്നത്. അത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്നു. പക്ഷെ ഗബ്രിയും ജാസ്മിന്റെയും ബന്ധം അങ്ങനെയല്ല എന്ന് അവർ രണ്ടുപേരും ഇരുന്ന് ലൈവിലിരുന്ന് സംസാരിക്കുന്നുണ്ട്.